ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ തിരിച്ചെത്തി കേട്ടോ. കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ വീഡിയോസ് ഇടാത്തതെന്ന്, വീഡിയോ ഇടൂ, വ്ളോഗ് ഇടൂ എന്ന് അവരുടെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്വേഷിച്ചു എല്ലാവരും. സന്തോഷമുണ്ട്, ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും വളരെയധികം സന്തോഷം കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഹോസ്പിറ്റലായിരുന്നു. അത് ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് പേരൊന്നും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്. 5-6 ദിവസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. ഇന്നലെ രാത്രിയാണ് തിരിച്ചെത്തിയത്. അപ്പോൾ ഇന്ന് വീണ്ടും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് തുടങ്ങി. പഴയൊരു എനർജി ലെവൽ തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒത്തിരി പേര് അന്വേഷിക്കുന്നതിലും നല്ല നല്ല കമൻറ്റുകളൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നതിലും ഒരുപാട് സന്തോഷം കിട്ടും. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഇന്ന് എന്താ പറയുക, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളിയുള്ള ഇഷ്ടമാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന കുറച്ച് ഫ്രൂട്ട് പ്ലാന്റുകളാണ്. ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങൾ ഒരു 7 ഡേയ്സ് മുന്നേ ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഈ ചാമ്പയ്ക്കയും പേരയ്ക്കയും സപ്പോർട്ട് സ്റ്റാർ ഫ്രൂട്ടൊക്കെ പറിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങനെ അത്രയും പേര് കണ്ട ഒരു വീഡിയോയിൽ നിന്ന് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രവീൺ എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിൽ നിന്നാണ് തോന്നുന്നു വന്നിരിക്കുന്നത്. ആ പേരങ്ങനെ തന്നെയാണ്. എന്താണ്, ആകെ 2-3 ചെടികളേ ഉള്ളൂ, അതും വീട്ടിൽ ഉള്ളത്. അത് വലിയ സംഭവമാക്കി വീഡിയോ പിടിച്ചിട്ടിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ്. അത് ഒരു 10-20 പേരോ അങ്ങനെ 10-25 പേരെങ്ങാണ്ടും അത് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ആ കമൻറ്റിനോട് അവർ യോജിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കളയാമെന്ന് ഞാൻ വിചാരിച്ചു. അത്രയും ഫ്രൂട്ട് അല്ല കേട്ടോ, അതിൽ കൂടുതൽ ഫ്രൂട്ട് പ്ലാന്റുകൾ ഞാനിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി എന്ന് പറയുന്നതും ഇതുപോലുള്ള ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ നട്ടുപിടിപ്പിക്കുന്നതൊക്കെ. എന്നെ സംബന്ധിച്ച് എനിക്കൊരു പാഷനാണത്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 60 സെക്കൻഡിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ പിന്നെ എന്തോരം കാണിക്കും. പിന്നെ അത് മാത്രമല്ല, അതിൽ നിന്ന് ഫ്രൂട്ട് എടുക്കാൻ പറ്റുന്ന, നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാൻ പറ്റുന്ന ഫ്രൂട്ട് പ്ലാന്റിനെ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അല്ലാത്തത് വേറെയുണ്ട്. ഒരു 60 സെക്കൻഡ് വീഡിയോ അതിൽ അത്രയല്ലേ എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ഇങ്ങനെ ഒരു ലെങ്തി വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. എൻ്റെ വീടിൻ്റെ എൻട്രൻസ് ആണ് ഗേറ്റ്. ഇവിടുന്ന് മുതലാണ് കേട്ടോ ഞാനിങ്ങനെ റൗണ്ട് ചെയ്താണ് കാണിക്കുന്നത്. ഫസ്റ്റ് മാവാണ്. ഞാനിവിടെ മാരേജ് ചെയ്ത് വരുമ്പോൾ ഉള്ള മാവാണത്. ഓട്ടുമാവാണ്. നിറയെ മാങ്ങ ഉണ്ടാവുന്നൊരു മാങ്ങയാണ്. ഇഷ്ടം പോലെ എല്ലാ വർഷവും കിട്ടും. അച്ചാറിടും, ഉപ്പിലിടും, പഴുപ്പിക്കാൻ അങ്ങനെ ഒരുപാട് കിട്ടുന്നൊരു മാവായിരുന്നു. വലിയ മാവായിരുന്നു. ഈ പടിപ്പുരയ്ക്ക് ഓട് വെക്കാൻ വേണ്ടിയിട്ട് ക്രോപ്പ് ചെയ്ത് കളഞ്ഞതാണ്. മുഴുവനും കളയാനൊരു മനസ്സില്ലാത്തതുകൊണ്ട് കുറച്ച് ക്രോപ്പ് ചെയ്തേക്കുക. ബാക്കി ഇത്ര ഇലകൾ ഉണ്ടായിരുന്നില്ല ക്രോപ്പ് ചെയ്യുന്ന ടൈമിൽ. ജസ്റ്റ് ഒരു തടിയും ഒരു 2 ശിഖരവും മാത്രം നിർത്തിയിട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇത്രയും വളർന്നു. അത് ഫസ്റ്റ് വൺ. രണ്ടാമത്തത് ഇതും മാവാണ്. കുളമ്പാണ് ഈ മാവ് കേട്ടോ. ഇത് വാങ്ങി വെച്ചിട്ടൊരു 6 മാസമായിട്ടുള്ളൂ. ഇത് ഹൗസ് വാമിങ്ങിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേട്ടോ. കുളമ്പ് ആയി വരുന്നതേ ഉള്ളൂ. അതിനകത്ത് ഫ്രൂട്ട് ആയിട്ടില്ല. ഇതാണ് അടുത്തത്. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച വീഡിയോയിലെ ചാമ്പയാണ് കേട്ടോ. നോക്കൂ, ഇത്രയും വലിയ മരമാണത്. നട്ടിട്ട് ഏകദേശം 7 വർഷത്തിന് മുകളിലായിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്നാണ് ഞാൻ അത്രയും ചാമ്പക്ക പറിച്ചത് കേട്ടോ. ഇതാണ് ഫേമസ് ചാമ്പ മരം. ഒത്തിരി പേർക്ക് ചാമ്പ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ മാത്രമല്ല, ഇത് ആപ്പിൾ ചാമ്പ അല്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ഒരു 6 വർഷത്തിന് മേലെയായി നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട്. അന്ന് നഴ്സറിയിലുള്ള ആൾ പറഞ്ഞത് ആപ്പിൾ ചാമ്പയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് തന്നത്. അത് മാത്രമല്ല, അത് കഴിക്കുമ്പോൾ ഒരു ആപ്പിളിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ ശരിയാണ്, നല്ല രസമാണ് അത് കഴിക്കാനായിട്ട്. ഇത് സപ്പോട്ടയാണ്, ക്രിക്കറ്റ് ബോൾ സപ്പോട്ട. ഇത് നട്ടിട്ട് ഏകദേശം അത്രയും തന്നെ പ്രായമായിട്ടുണ്ട്. ഏകദേശം ഒരു 6 വർഷം ആയിട്ടുണ്ട്. അതിനകത്തൊക്കെ കായുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പറിച്ച് കഴിക്കുന്നതാണ്. അത് ആയി വരണേ ഉള്ളൂ കേട്ടോ. കായ വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സപ്പോർട്ടിന് നിറച്ചായിട്ടുണ്ട്, വലുതായി. ഇത് സ്ട്രോബെറി പേര. ഇത് സ്ട്രോബെറി പേരയാണ് കേട്ടോ. ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. നല്ല ടേസ്റ്റാണ്. കുഞ്ഞിതാണ്, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ചാമ്പ ഇങ്ങനെ നന്നായി വളർന്നു വന്നപ്പോഴത്തേക്കും സ്ട്രോബെറി പേര ഇതിൻ്റെ അടിയിലായിപ്പോയി. അപ്പോൾ സൺലൈറ്റ് കുറച്ച് കുറവാണ്. ഈ സൈഡിൽ നിന്നുള്ള സൺലൈറ്റ് മാത്രം കിട്ടുമ്പോഴാണ് ഈ കുറച്ച് ഭാഗം മാത്രമേ ഇതിന് പൂക്കുകയും കഴിക്കുകയും ചെയ്യുള്ളൂ. ഇതിന് മുൻപ് ചാമ്പ ഇത്രയും വലുതാവണതിന് മുൻപ് ഇതിൽ കായ ഉണ്ടായിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടെ, ചുവന്ന കളറാണ്. ഈ കാണുന്നത് അബിയുവാണ് കേട്ടോ. ഇത് ഞാൻ ഇതുവരെ ഫ്രൂട്ട് കഴിച്ചിട്ടില്ല, പക്ഷെ ആഗ്രഹം കൊണ്ട് വാങ്ങി വെച്ചതാണ്. ഇത് അടുത്ത വർഷം എന്തായാലും കായ്ക്കും. പിന്നെ എന്നോട് നേരത്തെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്ത് പ്രായമുള്ളതാണ്, എത്ര വില കൊടുത്താൽ ഇതൊക്കെ വാങ്ങണേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ മിക്കവാറും തന്നെ
അത്യാവശ്യം നല്ല വിലയുള്ളത്, അതായത് ഒരു 750 to 1000 ആ റേഞ്ചിലുള്ളത് വാങ്ങി വെക്കുക. കാരണം വേഗം തന്നെ ഫ്രൂട്ടുണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്, അത് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വലുത് വാങ്ങി വെക്കും. അപ്പോൾ അത്രയും വർഷം കുറച്ച് കാത്തിരുന്നാൽ മതിയല്ലോ. അതാണ് അബിയാണ് ഇപ്പോൾ ഇത്. ഈ കാണുന്നത് ഒരു പ്ലാവാണ്, വിയറ്റ്നാം സൂപ്പർ എർലി എറർണ്ടാവും. ഇതും ഏകദേശം 600 രൂപയാണ് ഞങ്ങളിത് വാങ്ങി വെക്കുമ്പോൾ കേട്ടോ. വച്ചിട്ട് 6 മാസം ആവാറായിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ, എന്നാലും ഇത് വിയറ്റ്നാം സൂപ്പർ എർലി. ഇത് മിക്കവാറും ഞങ്ങളുടെ ഡാൻസിങ് ബാക്ക്ഗ്രൗണ്ട് സ്പോട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഫ്ലവർ ഒക്കെ ആയതുകൊണ്ട് എന്താ പ്ലാവല്ലേ, അപ്പോൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് കേട്ടോ ചെയ്യാറ്. പിന്നെ തെങ്ങ്, ഇത് 2 തെങ്ങാണ് ഇവിടെ ഉള്ളത്. ഈ തെങ്ങിന് എന്തോ ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ആ തെങ്ങ് സെറ്റാക്കിയത് അതിപ്പോൾ തൽക്കാലം 2 എണ്ണം ഉണ്ട്. തേങ്ങ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് നാളായി. നമ്മളെ പറമ്പിൽ തന്നെ ഒക്കെ നട്ട് പിടിപ്പിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ, അതുകൊണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങാറില്ല കേട്ടോ, ഒക്കെ ഇവിടെ നിന്ന് തന്നെയാണ്. ഇത് നെല്ലിയാണ്, റെഡ് നെല്ലി. ഇത് ചെറിയതായി തന്നെ കേട്ടോ വാങ്ങി വെച്ചത്. കൂടുതലും ഏത് ബ്രാൻഡാണ് ഏത് ഇതിൻ്റെയാണ് വാങ്ങണേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഞങ്ങളിവിടെ വാങ്ങുന്നത് ഹോം ഗ്രോണിൻ്റെയാണ് കേട്ടോ. നല്ല തൈകളായിരിക്കും ഹോം ഗ്രോണിന് കിട്ടുന്നത്. ഇതാണ് അടുത്ത സ്റ്റാറ്, കഴിഞ്ഞ വീഡിയോയിലെ സ്റ്റാറാണ്, സ്റ്റാർ ഫ്രൂട്ട്. ഇതിൽ നിന്നാണ് ഞാൻ അന്ന് അത് പറിച്ചത്. വേണ്ട കാണിക്കാൻ കിട്ടുമോ? വേണ്ടോ? ഇവിടെയൊക്കെ ദേ നിറച്ചും. അന്ന് ഞാൻ പറിച്ചപ്പോൾ ഇത്രയും പഴുത്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ പഴുത്തു. വേണ്ട, ഇത് ചെറുതാ. പിന്നെ ഇനി ഉണ്ട് കേട്ടോ, വേണ്ടോ? നിറയെ ഉണ്ടായി കിടക്കുകയാണ്. മാത്രല്ല ഇത് ഈ സ്റ്റാർ ഫ്രൂട്ടൊക്കെ കഴിച്ചാൽ കിഡ്നി അടിച്ചു തോന്നും ആ പുള്ളിക്കാരൻ, അതെന്താ പിന്നെ പ്രവീണാന്ന് തോന്നുന്നു, പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യമാണെന്ന് അറിയില്ല. ഒരുപാട് പേര് ഇതിൻ്റെ പച്ചയ്ക്ക് അച്ചാറിടാറുണ്ട്. ഇതിപ്പോൾ നല്ല മധുരം, അതിപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക, നല്ല മധുരമാണ്. ഇത് നന്നായി ജ്യൂസ് അടിച്ചാൽ നല്ല മധുരമാട്ടോ. ഇതിൽ തന്നെ നല്ല മധുരമുണ്ട്, ജ്യൂസ് അടിക്കാൻ പറ്റും. അച്ചാറിടാറുണ്ട്, ചുമ്മാ ഉപ്പിലിടാറുണ്ട്. ഇതൊക്കെ കഴിച്ചാൽ കിഡ്നി അടിച്ചു എന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എനിക്ക് അറിഞ്ഞൂടാ. പുള്ളിക്കാരൻ പറഞ്ഞാണ്, വേറെ ആരും അങ്ങനെ പറഞ്ഞില്ല, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ആ സ്റ്റാർ ഇനിയും ഉണ്ട് കേട്ടോ, അതിൻ്റെ അതേ നിറച്ചുണ്ട്, ഇനി പറിക്കാൻ കിടക്കും. അയ്യോ ഇത് കണ്ടിട്ട് ഇതുകൊണ്ടാ. ഇതൊക്കെ അന്നത്തെ സ്റ്റാറാണ്. ഇത്രയും പഴുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അന്ന് വീഡിയോ ചെയ്തപ്പോൾ. അന്നപ്പോൾ പറയുകയും ചെയ്തു, ചേച്ചി ഇത് പച്ചയ്ക്ക് കഴിക്കാൻ കൊള്ളാമോ എന്ന്. അന്ന് പച്ചയ്ക്കല്ലായിരുന്നു, പഴുത്ത് തുടങ്ങുന്ന ടൈമായിരുന്നു. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ പറയുന്നുണ്ടായിരുന്നു, ഒരു പുളിപ്പും ചവർപ്പും ഒക്കെ കൂടിയിട്ടുള്ള മധുരവും എല്ലാം കൂടി കൂടിയിട്ടുള്ളൊരു ടേസ്റ്റാണെന്ന് ഞാൻ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിലിപ്പോൾ നല്ല മധുരമാണ് കേട്ടോ. സ്റ്റാർ ഫ്രൂട്ട് തിന്ന് തീർന്നില്ല, തൊണ്ടയ്ക്കാതിരിക്കുക. വേറൊന്നുമല്ല കേട്ടോ, പുഴു കയറിയിരിക്കും കേട്ടോ അതിനകത്ത്. ഇതൊക്കെ ഒന്ന് മഴക്കാലം ആയതുകൊണ്ടാണെന്ന് പറഞ്ഞൂടാ. ഓ വിടാൻ എന്താ ബുദ്ധിമുട്ട്, വിട് എങ്ങോട്ട് തെറിച്ചു പോയോ എന്തരോ. ഓക്കെ, പറയാൻ വന്നത് ഇതാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചത്. നിറയെ പുഴുക്കളുള്ള തായ്വാൻ പിങ്ക് പേര. ഇതാണ് കേട്ടോ ഞാൻ പറിച്ചത്. നിറയെ പുഴുക്കളല്ല, കൂടിയനം പുഴുക്കൾ. പക്ഷെ അതിനകത്ത് കമൻറ്റ് കുറേ വന്നത്, ചേച്ചി അത്രയും പഴുപ്പിക്കാൻ നിർത്തിയതുകൊണ്ടാണ് പുഴു വന്നത്, കുറച്ചുകൂടെ നേരത്തെ പറിക്കണമായിരുന്നു. വിട്ടില്ല ഞാൻ. ദേ അടുത്തത് കായൊക്കെ ഇട്ട് വന്നിരിക്കുന്നു. പിന്നെ ദേ കണ്ടോ കായ, അക്കായി വരുന്നത് ഇവിടെ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇനി കൊച്ചിലൂടെ ഒന്ന് വലുതാകുമ്പോഴത്തേക്കും ഇതുണ്ടോ ഇവിടെ ഉണ്ട് 2 എണ്ണം. ഇതൊക്കെ ഞാൻ കവർ ചെയ്ത് വെക്കും കേട്ടോ. എല്ലാവരും പറഞ്ഞായിരുന്നു കവർ ചെയ്ത് വെക്കണമെന്ന്. ഞാൻ അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല കേട്ടോ. അതാണ് വലുതാവട്ടെ എന്ന് വിചാരിച്ച് കിടന്നു, അവസാനമൊന്നും തിന്നാനും കിട്ടിയില്ല. പിന്നെ അടുത്തത് ഞാൻ അങ്ങനെ ചെയ്യും. ഇത് മറ്റൊരു സപ്പോർട്ടാണ് കേട്ടോ. ഇതും ക്രിക്കറ്റ് ബോൾ സപ്പോർട്ട് തന്നെയാണ്. ഒരു കുറേ നാളായി വെച്ചിട്ട് 4-5 വർഷം എന്തായാലും ഇതിനും പഴക്കമുണ്ട്. ഇത് പഴയ വീട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. അതേ കണ്ടോ, ഇതിനകത്തൊക്കെ ആയി വരുന്നുണ്ട്. ഇതിങ്ങനെ വൈഡായിട്ട് നിൽക്കുകയായിരുന്നു. ഞങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ച് കെട്ടി വെച്ചിരിക്കുക, അപ്പോൾ നല്ല ഭംഗിയായിട്ട് വളർത്താനുണ്ട്. ഇത് വേറെ ഒരു ഇനം സപ്പോർട്ടയാണ്, എന്തെന്നാ ബനാന സപ്പോർട്ട. ഈ സപ്പോർട്ട ആയി ഇത് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, ഇതിനകത്ത് നീണ്ട് വരും ഇതിൻ്റെ കായ. ഇങ്ങനെ ഒരു ഓവലല്ല, ബനാന ആ ഒരു ഷേപ്പിലേക്ക് വരുന്നതാണ് ബനാന സപ്പോർട്ട. ഈ സപ്പോർട്ടയുടെ കൂടെ തന്നെ നിർത്തിയിരിക്കുന്നത് പെട്ടെന്ന് കുറച്ചുകൂടി നന്നായിട്ട് കായ്ക്കും വേഗം, അതുകൊണ്ടാണ്. ഇത് വേറെ ഒരു ഇനം. ഇപ്പം നിലവിൽ 1, 2, 3 ഇനം സപ്പോർട്ട ഇപ്പോൾ കാണിച്ചു. ഡ്രാഗൺ ഫ്രൂട്ട് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ വെച്ച് പിടിപ്പിച്ചത്. വീടിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഞാനിതിൻ്റെ തൂണൊക്കെ പണിക്കാരെ കൊണ്ട് വാർപ്പിച്ച് ഞാൻ സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിനകത്ത് 4 തൈ നട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇങ്ങനെ ഇവിടെ ഒരു തൂണുണ്ട്, ഇവിടെ ഞാൻ 4 തൈകൾ. അമ്മ ഈ ഇതിനകത്ത് ടയർ ഇട്ടേക്കണം എന്തുകൊണ്ടാ?
ടയർ ഇട്ടേക്കുന്നത് ഇങ്ങനെ കണ്ടില്ലേ വളർന്ന് ഇങ്ങനെ വന്ന് കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മൊത്തം ഒരു 8 തൈ ഞാൻ നട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ആദ്യമായിട്ടൊരു മുട്ടിട്ടു കേട്ടോ. അത് ഇവിടെ ആയിരുന്നു മുട്ടിട്ടത്. അത് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് വരെ ഇത് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ തന്നെ ഞാൻ നോക്കിയത് ഇതായിരുന്നു. പക്ഷെ അത് പൊഴിഞ്ഞു പോയി. മഴയുടെ ആണെന്ന് അറിഞ്ഞുകൂടാ, അത് പൊഴിഞ്ഞു പോയി. അപ്പോൾ എന്തായാലും ഇത് ഡ്രാഗൺ ഫ്രൂട്ട് അടുത്ത ഇനം. ഇത് അടുത്ത ഇനം ബേറാപ്പിളാണ്, ഗ്രീൻ കളർ കേട്ടോ. ഇതിനകത്ത് ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വളർന്നു കേട്ടോ. എന്താണ് അറിഞ്ഞൂടാ, പെട്ടെന്ന് വളർന്ന് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അതേ മേലേക്ക് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുക. പക്ഷെ അതെന്തോ ഇനി കുറച്ച് ഇവിടെയൊക്കെ ക്രോപ്പ് ചെയ്ത് കളയണം. ഇതിനകത്ത് ഇത് നിറയെ പൂക്കളുണ്ട്, കായ്കളുണ്ട്. ഇനിയിപ്പോൾ മഴ ആയതുകൊണ്ട് കായ്കളൊക്കെ വലുതായി കിട്ടുമെന്നൊന്നും അറിയത്തില്ല, അങ്ങനെ സാധ്യത കുറവാണ്. അപ്പോൾ ഇത് ബേറാപ്പിൾ എന്തായാലും ഉണ്ടാവും. ഇത്രയൊക്കെ വലുതായി തരും. നിറയെ പൂക്കളും പൊട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട്, ഉണ്ടാവും എന്ന് വിശ്വാസം. ഇത് അടുത്ത ഇനം ആപ്പിളാണ്. അന്ന എന്ന് പറഞ്ഞിട്ടൊരു ഇനമാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്നത് അന്ന ആൻഡ് ഡോർസെറ്റ്, ഇങ്ങനെ 2 ഇനമാണ്. അതിൽ അന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഇനമാണ്. നമ്മുടെ ഇവിടെ ഉണ്ടാവുമോ ഇല്ലയോ അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഒരു തൈ ഞാൻ വാങ്ങിയത് 1000 രൂപയ്ക്കാണ്. ചെറിയ തൈയായിരുന്നു. ഇത്ര ഉള്ള തൈയാണ് ഞാൻ വാങ്ങിയത്. 1000 രൂപയ്ക്കാണ് വാങ്ങിയത്. ഒരു പരീക്ഷണാർത്ഥം ഞാൻ വാങ്ങി വെച്ചാണ് ഉണ്ടാവുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വ്യത്യസ്തമായ ഫ്രൂട്ടുകളൊക്കെ വെച്ച് പിടിപ്പിക്കാനും പരീക്ഷിക്കാനും ഒക്കെ ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. ഇത് ബുഷ് ഓറഞ്ച് ആണ്. ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം കലക്കാൻ ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഇതിലത്ത് വീണ്ടും ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട്. വെള്ളം കലക്കാം. പിന്നെ നിറച്ച് പൂക്കളുണ്ട്, മുട്ടുകളുണ്ട്, കണ്ട കായകളൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതിനകത്ത് നിറയെ ഉണ്ട് കേട്ടോ. ബുഷ് ഓറഞ്ച് ആണ്. നെക്സ്റ്റ് വൺ, ഇത് കൂടെ തന്നെ ജബോട്ടിക്കാവ. ഇത് അധികം ആയിട്ടില്ല ഞാൻ വാങ്ങി വെച്ചിട്ട്. പക്ഷെ എന്താണോ ഇലയൊക്കെ ഇനി വെള്ളം ഇല്ലാഞ്ഞിട്ടാണോ ഇച്ചിരി വെള്ളം കുറഞ്ഞു പോയി. അതാ ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അത്ര വെള്ളം കിട്ടൽ കുറവാണ്. പക്ഷെ കുഴപ്പമില്ല. ജബോട്ടിക്കാവ ഇത് എത്ര നാളുകൊണ്ട് എടുക്കുന്ന ഏതാണെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ. എത്ര നാളുകൊണ്ട് എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ്. എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഫ്രൂട്ടാണത്. സത്യത്തിൽ മിറാക്കിൾ ഫ്രൂട്ട് എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത സമയത്ത് വാങ്ങി വെച്ചതാണ്. അതിനുശേഷം മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം എനിക്കിത് ഇഷ്ടമല്ല. പിന്നെ ഇഷ്ടമല്ലെങ്കിൽ കൂടിയും ഞാൻ വളമിട്ട് നട്ട് വളർത്തുന്നതായതുകൊണ്ട് കളയാനൊരു മടി. പിന്നെ ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. മിറാക്കിൾ ഫ്രൂട്ട്. ഇത് ഓറഞ്ചാണ് കേട്ടോ. സാധാരണ ഓറഞ്ചാണ്, നമ്മുടെ കാലാവസ്ഥയിൽ വളരുന്ന ഓറഞ്ചാണ്. ഇതും വെച്ചിട്ട് ഇത് 6 മാസം ഏകദേശം. ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന ചെടികളൊക്കെ വെച്ചിട്ട് 6 മാസമായിട്ടുള്ളൂ. ഒരു 4-5 ചെടികൾ മാത്രമേ ഒരു 5-6 വർഷമായിട്ടുള്ളതുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം 6 മാസം അല്ലെങ്കിൽ 8 മാസം, അതിൽ കൂടിയിട്ടില്ല. എന്തായാലും ഓറഞ്ചാണ്. ഇതും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു 2 പൂ ഇട്ടതാണ്, കൊഴിഞ്ഞുപോയി. ഇത് സീതപ്പഴം, നാടൻ സീതപ്പഴമാണ്. എൻ്റെ വല്യമ്മ തന്നാണ്. അത് ഇത്ര ഉള്ളൊരു കുഞ്ഞു തൈ വല്യമ്മ തന്ന കുരുമുളപ്പിച്ച നാടൻ സീതപ്പഴമാണ്. കാരണം ഇതിൽ ഫ്ലവറൊക്കെ ആയിട്ടുണ്ട്. ഞാനിത് കളഞ്ഞില്ല, കൊണ്ടുവന്ന് വെച്ചു. ഇത്തിരി സ്ഥലമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചു. അപ്പോൾ ഇത് സീതപ്പഴം എപ്പോൾ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഉണ്ടാകുമ്പോൾ കഴിക്കാമല്ലോ. ഇത് ചാമ്പയാണ് കേട്ടോ. ഗ്രീൻ കളർ ചാമ്പയാണ്. ഇതിൻ്റെ ഇത് ഇപ്പോഴാട്ടോ ഞാൻ പൊട്ടിച്ചെടുക്കണേ. ഇതുണ്ടോ, ഇത് തായ്ലൻഡ് ഗ്രീൻ ചാമ്പ, ഗ്രീൻ കളർ. എനിക്ക് വെറൈറ്റി മറ്റേ ആപ്പിൾ ചാമ്പ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ വെറൈറ്റി വേറെ ചാമ്പ ആണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഗ്രീൻ കളർ ചാമ്പയായിട്ടത് വാങ്ങിച്ചത്. ഇതിനകത്ത് 3 മുട്ടിട്ടിട്ടുണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് അത് കൊഴിഞ്ഞു പോയി. ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇത് ജപ്പാൻ പേരയാണ് കേട്ടോ. ഇത് നന്നായിട്ട് വലുതാവും. ഉള്ളിൽ പിങ്ക് തന്നെയാണ്. ജപ്പാൻ പേര നന്നായി വലുതാവും എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിനകത്തും കായ വരും, കൊഴിഞ്ഞു പോകും. ഇത് തന്നെ പിടുത്തം പൂട്ട് കഴിയുമ്പോൾ. അതെ, ഇവിടെ ഇപ്പോൾ വീണ്ടും ആയിട്ടുണ്ട്. ഇതും കവറിട്ട് വെക്കണം എന്ന് വിചാരിക്കണോ, കാരണം ഇൻ കേസ് അഥവാ പുഴു വന്നാലോ. ഇതൊക്കെ ഞാനിങ്ങനെ ഡ്രമ്മിലാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കണം. ഒരു ഡ്രം വാങ്ങിച്ച് കട്ട് ചെയ്തതൊക്കെ ഞാൻ തന്നെയായിട്ടോ സ്വയം ചെയ്യുന്നത്. കട്ട് ചെയ്ത് എല്ലാ സംഭവങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടാണ്. ജപ്പാൻ പേര. ഇത് അമ്പഴമാണ്, സ്വീറ്റ് അമ്പഴം. ഞാൻ കുറേ പറിച്ചായിരുന്നു, കറി വെച്ചു, ഞാൻ അച്ചാറിട്ടു. പിന്നെ ഇത് കണ്ടോ ആയി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇച്ചിരി ഒരു ക്ഷീണം, അതല്ലെങ്കിൽ ഉണ്ടാവാൻ ബുദ്ധിമുട്ട് കേട്ടോ. ഇവിടെയൊക്കെ ആയിട്ടിട്ട് അമ്പഴമാണ്. ഇത് നാരുണ്ടാവില്ല. മറ്റേ സ്വീറ്റ് അമ്പഴം എന്ന് പറഞ്ഞാലും ഭയങ്കര സ്വീറ്റ് ഒന്നും അല്ല കേട്ടോ. കറി വയ്ക്കാം, പച്ചനോട് അമ്പഴമൊക്കെ ഇഷ്ടമുള്ളവർക്ക്. ഇത് ഞാവലാണ്, വൈറ്റ് ഞാവൽ. ഇതും വെച്ചിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ല. ഇതും ഞാൻ ഡ്രമ്മിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വളവും വെള്ളവും എല്ലാം കൊടുക്കുന്നുണ്ട്. നായി വരണേ ഉള്ളൂ. എപ്പോഴത്തേക്ക് ഒരു 3 വർഷം, എന്തൊരു ശബ്ദമാണ്, 3 വർഷം എടുക്കുമെന്ന് പറയുന്നു. ഇതുവരെ എന്തായാലും പൂത്തിട്ടില്ല, കായ്ച്ചിട്ടില്ല. കായ്ക്കുമെന്ന് വിശ്വസിക്കുന്നു. ബ്ലാക്ക് കളറ് ഞാവലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി ഞാവൽ ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്കാണ് ഇഷ്ടം. വൈറ്റ് ഞാൻ വെറൈറ്റിക്ക് വെച്ചതാണ്, അതുകൊണ്ട് എനിക്ക് കഴിക്കാമല്ലോ. ഇത് ബ്ലാക്ക് വൈറ്റിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വളർന്നുണ്ട് കേട്ടോ. ഇതും ഇതുവരെ പൂത്തിട്ടൊന്നുമില്ല, കായ്ച്ചിട്ടില്ല. ഇത് ഓറഞ്ചാണ്, നാഗ്പൂർ ഓറഞ്ച് എന്ന് പറയും. ഇത് ഇപ്പോഴാട്ടോ ഞാൻ ഇതിൻ്റെ ടാഗൊക്കെ പൊട്ടിച്ചുള്ളത്, ദ്രവിച്ചു ഇത് വെച്ചിട്ട്.
നാഗ്പൂർ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭയങ്കര വലിപ്പം വയ്ക്കത്തില്ല, ഇത് ഇത്ര ഉണ്ടാവുള്ളൂ ചെറുത്. എന്നാൽ ബുഷ് ഓറഞ്ചും അല്ല, അതിലും ഇച്ചിരി വലിപ്പം വയ്ക്കും. ഇത് സീഡ്ലെസ് ലെമൺ ആണ്, കൊലകുത്തി ഇങ്ങനെ ഉണ്ടാവും നിറയെ. പക്ഷെ ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ തൊട്ടിപ്പുറത്ത് ഞാനൊരു മുരിങ്ങ നട്ടു. അതെന്തോ ആരോ വിളിച്ച പോലെ ഓടി അങ്ങോട്ട് വളർന്നു പോവാം വലുതായിട്ടോ. കുറ്റി മുരിങ്ങ എന്ന് പറഞ്ഞു, കുറ്റിയിലല്ല മരമുരിങ്ങ അങ്ങനെ പറഞ്ഞു തന്നു. കണ്ടില്ല, ഇത് ഭയങ്കരമായിട്ട് വലുതായി പോയി. അപ്പോൾ ഇതിന് ഇച്ചിരി ഷെയ്ഡ് കുറഞ്ഞു. ഈ നാരകത്തിനൊക്കെ നന്നായിട്ട് വെയിൽ വേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ചൊന്ന് ക്രോപ്പ് ചെയ്തൊക്കെ കളയാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ വെയിൽ കിട്ടുമ്പോഴേക്കും ഇത് നന്നായി പൂക്കും. ഒരു റംബൂട്ടാനാണ്, റെഡ് കളറാണ്. ഇതും ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരുപാട് വരാത്തത്, വെയിൽ ഇച്ചിരി കുറവാന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം കൂടിയൊക്കെ വളർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇത്തിരി വെയിൽ കുറവാണ്. പക്ഷെ ഒന്നങ്ങോട്ട് സെറ്റായി മുകളിലേക്കൊന്ന് വന്ന് കഴിയുമ്പോഴേക്കും വെയിൽ കിട്ടും, അപ്പോഴത്തേക്കും ആവും. ഇതും ഒരു മുരിങ്ങയാണ്. ഇതെൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന കേട്ടോ. ഞാനല്ല, അമ്മ എനിക്കിത് എന്തോരം കൊണ്ടുവന്ന് ഇവിടെ നട്ടിട്ടും പിടിക്കണ്ടായിരുന്നില്ല. നല്ല ഇനം മുരിങ്ങക്കായാണ്. ഇതാണ് തേൻവരിക്ക. തേൻവരിക്കയും ഫേമസ് ആണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി തേൻവരിക്കയുടെ ഒരു ഫുൾ വീഡിയോ ചെയ്യുമെന്ന്. അങ്ങനെ ഫുൾ വീഡിയോ ചെയ്യാൻ മാത്രം ഒന്നുമില്ല, ഒന്ന് കാണിച്ചു കൊടുത്തത്. ഇത്രയും വേണ്ട, ഇത്രയും വലിയ മരമാണിത്. ഇത്രയും മരം എന്ന് പറഞ്ഞാൽ ഇതും ഏകദേശം ഒരു 6-7 വർഷമായി ഞാനിത് നട്ടിട്ട് കേട്ടോ. ഇപ്പോൾ നിറയെ ചക്ക ഉണ്ടായിരുന്നു. ഒരു 3-ാം വർഷം മുതൽ കഴിക്കാൻ തുടങ്ങിയതാണ്. അത് റിയൽ തേൻവരിക്ക തന്നെയാണ്. മറ്റുള്ള ചക്കകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം മധുരമാണ് കേട്ടോ. ഇത് പഴുപ്പിക്കാൻ നല്ല അടിപൊളി ചക്കയാണ്, നിറച്ചുണ്ടായിരുന്നു. ലാസ്റ്റ് വണ്ണാണ് ഞാൻ കഴിഞ്ഞ ദിവസം തേൻവരിക്ക എന്ന് പറഞ്ഞിട്ട് എടുത്ത ഷോട്ട്. ലാസ്റ്റ് ഉണ്ടായിരുന്നൊരു ചക്കയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ തേൻവരിക്ക. ഇത് രണ്ടും ഞാൻ വീടിൻ്റെ ബാക്കിൽ നട്ടിരിച്ചിരിക്കുന്ന തെങ്ങാണ്. ഇതും കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഇപ്പോൾ 4 തെങ്ങായിട്ടോ. വീട്ടിലേക്ക് ആവശ്യത്തിന് ധാരാളമുള്ള തേങ്ങയായിട്ടുണ്ട്. ഇത് മുള്ളാത്ത മരമാണ്, ക്യാൻസറിനൊക്കെ കഴിക്കുന്നു എന്ന് പറയുന്ന മുള്ളാത്ത. എനിക്കിഷ്ടമാണ് കേട്ടോ പേഴ്സണലി. കുട്ടികൾക്ക് വേണമെന്ന് അത്ര പോരാ, എന്നാലും കുറച്ചൊക്കെ കഴിക്കും. ഇത് നന്നായിട്ട് കായൊക്കെ ഉണ്ടായതാണ്. ഒരുപാട് അങ്ങനെ വളർന്നു വന്നപ്പോഴത്തേക്ക് എനിക്കിവിടെ കൃഷി ചെയ്യാനായിട്ട് ഇത്തിരി ഷെയ്ഡ് വന്നതുകൊണ്ട് ഞാൻ ക്രോപ്പ് ചെയ്ത് നിർത്തിയേക്കോ. ഇതെനിക്ക് എൻ്റെ അച്ഛൻ തന്ന തൈയാണ്, ഒരു കുഞ്ഞു തൈ. അപ്പോൾ വീട് വെച്ചാലും പോകാത്ത രീതിക്ക് നടണം എന്ന് പറഞ്ഞാണ് തന്നത്. അപ്പോൾ ഞങ്ങളുടെ മദറിൻ്റെ സൈഡിലായിട്ട് ഞാനിത് നട്ടു, ക്രോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. വാഴയാണ്, നല്ല റോബസ്റ്റ് ആണ് കേട്ടോ. ആയി വരുന്നതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ എന്താണ് സ്വീറ്റൊക്കെ പറിക്കുന്നതിൻ്റെ ഫ്രൂട്ടൊക്കെ പറിക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിലൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പപ്പായയൊക്കെ നട്ടുപിടിപ്പിച്ചുകൂടായിരുന്നോ എന്ന്. അപ്പോൾ അതും ഞാൻ നട്ടിട്ടുണ്ടെന്ന് കാണിച്ചില്ലെന്നേ ഉള്ളൂ, കാരണം ഇതിനകത്തേക്ക് കായൊന്നും ആയിട്ടില്ല. ഇത് റെഡ് ലേഡി പപ്പായാണ്. 2 എണ്ണം ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഫ്രൂട്ട്. എന്നാൽ പിന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 എണ്ണം വേറെ റെഡ് ലേഡി അത് നട്ടിട്ടുണ്ട്. ഇതൊരു പ്ലാവാണ്, നാടൻ പ്ലാവാണ് കേട്ടോ. അത് വരിക്കയാണ്. ഇത് എന്താ പറയുക, ഇനി ബാക്കി ബഡൊക്കെ എത്ര നാൾ നിൽക്കുന്നു അറിഞ്ഞൂടാ. ബഡ് ചെയ്ത പ്ലാവുകളും ഒക്കെ പോയാലും ഇവനിവിടെ കാണും. നാടൻ പ്ലാവാണ്, വരിക്ക. നിൽക്കട്ടെ, ബാക്കിയെല്ലാം പോയാലും കാണുമല്ലോ. മൈ ഫേവറേറ്റ് റംബൂട്ടാൻ. ഇത് ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആയിട്ടില്ല, ഇപ്പോഴും ആയിട്ടില്ല കേട്ടോ. ആവണേ ഉള്ളൂ. നിറയെ എൻ്റെ മോനും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് വെറൈറ്റി റംബൂട്ടാൻസ് ഞങ്ങളിവിടെ നട്ടു വെച്ചിരിക്കുന്നത്. ഇത് മഞ്ഞ കളറാണ് കേട്ടോ. N18 അങ്ങനെ എന്താണെന്ന് തോന്നുന്നു പറയുന്നത്. മഞ്ഞ കളറാണ്. ഈ വർഷമാണ് ഇത് ഇത്രയും നിറയെ നിറയെ കഴിച്ചിട്ടുണ്ട്. ഇത്തവണ നിറയെ വയറ് നിറച്ച് കഴിക്കാൻ കിട്ടും കേട്ടോ. ഇത് മാവാണ്, നീലൻ മാവ് കേട്ടോ. ഇങ്ങനെ നീണ്ടിട്ട് വരുന്നൊരു ടൈപ്പ് മാവാണ്. ഇതുവരെ പൂത്തിട്ടില്ല, കായ്ച്ചിട്ടില്ല. അടുത്ത വർഷം പൂക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത് പീനട്ട് ബട്ടറാണ്. ഒരു കുഞ്ഞു തൈ വാങ്ങി വെച്ചതാണ് കേട്ടോ. എപ്പോഴും നിറയെ പൂക്കും. കായായിട്ടുണ്ടായിരുന്നില്ല. ദേ ഇപ്പോൾ ഒരു കായായിട്ടുണ്ട്. അത്ര വലിയ ടേസ്റ്റ് ഇല്ല എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പീനട്ട് ബട്ടർ കഴിച്ചിട്ടില്ല. എന്തായാലും വെറൈറ്റി ഒക്കെ വെച്ച് പിടിപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങനെ വെച്ച് പിടിപ്പിച്ചതാണ്. എന്തായാലും എന്താ വിഷമില്ലാത്തല്ലേ, നമുക്ക് കഴിക്കാമല്ലോ. ഇത് മക്കോട്ട ദേവ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. ഷുഗറിനൊക്കെ നല്ലതെന്ന് പറയുന്നുണ്ട്. മക്കോട്ട ദേവ. ഇതൊരു 4 എണ്ണം ഞങ്ങൾ അവിടെ നട്ടു വെച്ചിട്ടുണ്ട്. മൊത്തം 4 തൈയുണ്ട്. ഇതിനകത്തൊക്കെ വേണ്ട നിറച്ചത് കായായിട്ടുണ്ടോ. ഇത് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ അതെടുത്ത് സവാള അരിയുന്ന പോലെ സ്ലൈസായിട്ട് അരിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്ലൈസ് എന്നുള്ള പാകത്തിനിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ഷുഗർ കുറയും എന്നാണ് പറയാറുള്ളത്. അങ്ങനെ ചുമ്മാ ഇരിക്കട്ടെ എന്ന് ഒരു മെഡിസിനൽ പ്ലാന്റ് അല്ലേ, ഇരിക്കട്ടെ എന്ന് അതും വെച്ചതാണ്. പ്ലാവാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് തേൻവരിക്കല്ല, വരിക്കയാണ് കേട്ടോ. ഇത് ഇങ്ങനെ ചക്ക എരിശ്ശേരിയും അല്ലെങ്കിൽ ചക്ക ഉലത്ത അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പച്ചക്ക് കഴിക്കാൻ പറ്റുന്നതിൽ വെക്കാൻ പറ്റുന്ന ബെസ്റ്റ് സംഭവമാണ്. തേൻവരിക്ക അത്ര അങ്ങോട്ട് പോരാ, അത് പഴുപ്പിച്ച് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഇതല്ലാത്ത ടൈപ്പാണ്. പല ടൈപ്പും ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കല്ലേ. അപ്പോൾ ഇത് പ്ലാവ്, ഇതും നട്ടിട്ട് ഒരുപാടായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. ഒരുപാടായെന്ന് പറഞ്ഞാൽ ഒരു 8 വർഷമെങ്കിലും മിനിമം ഈ പ്ലാവ് നട്ടിട്ടായിട്ടുണ്ടാവും കേട്ടോ.
ഇത് മൂവാണ്ടനാണ്. ഇതും നട്ടിട്ട് ഏകദേശം ഒരു 7-8 വർഷം. ഇതൊക്കെ ഒരുപോലെ നട്ടതാണ് പ്ലാവും ഈ മാവും ഒക്കെ. ഈ വർഷമാണ് കൂടുതൽ ഞങ്ങൾക്ക് മാങ്ങ കിട്ടിയത് കേട്ടോ. കുറേ മാങ്ങ കിട്ടി കേട്ടോ. അത് ഈ മോൻ മാങ്ങയുടെ പ്രിയനൊക്കെ ആയതുകൊണ്ട് അത് പഴുക്കാനുള്ള ഇടയൊന്നും തരില്ല. വേഗം വന്ന് പറിച്ച് വെറുതെ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കലാണ് എൻ്റെ പണി. ഈ വർഷം ഇത് നന്നായിട്ട് കഴിച്ചു. മൂവാണ്ടൻ സെയിം. ഇത് കറിവേപ്പാണ്. ഞാനിവിടെ വരുമ്പോൾ ഇത് ഇത്ര ഉള്ളൊരു കുഞ്ഞ് തൈയായിരുന്നു കേട്ടോ. ഞാനത് ഇത്ര വർഷം കൊണ്ട് ഇത്ര വലുതാക്കി ഒരു മരമാക്കി ഞാൻ മാറ്റി. എനിക്ക് കറിവേപ്പൊക്കെ വീട്ടിലുണ്ടാകുന്നത് നല്ലതല്ലേ, വിഷമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമാണ് കേട്ടോ ഞാൻ ഇതൊക്കെ വെച്ചുണ്ടാക്കി. ഹസ്ബൻഡ് ഇതിനൊക്കെ സമ്മതിക്കും. പുള്ളിയും പ്രകൃതി സ്നേഹി ആയതുകൊണ്ട് ഒക്കെ സമ്മതിക്കും. ഞാനാണ് ഇതെല്ലാം കൈകാര്യം ചെയ്ത് പോകരുത് കേട്ടോ. പുള്ളിയെല്ലാം വാങ്ങിത്തരും. ഇഷ്ടമുള്ളത് ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നു, നോക്കുന്നു, പരിപാലിക്കുന്നു അറിയാവുന്നതുകൊണ്ട് ഇതെല്ലാം വാങ്ങിത്തരും കേട്ടോ. എല്ലാം അങ്ങനെ നിറയെ വാങ്ങിത്തന്നുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം ഫ്രൂട്ട്. വീടിൻ്റെ ഫ്രണ്ട് ഏരിയ കേട്ടോ. ഫ്രണ്ട് ഏരിയയിലും കുറച്ചധികം സ്ഥലമുണ്ട്. ഇത് റംബൂട്ടാനാണ്. ഏത് ടൈപ്പാണെന്ന് മറന്നുപോയി. റെഡാണ്. ഇങ്ങനെ ഒരു വലിപ്പമുള്ളത്, പഴുപ്പൊക്കെ കൂടുതലുള്ള ടൈപ്പുള്ള റംബൂട്ടാനാണത്. നല്ല വലിപ്പമുള്ളത് കേട്ടോ. ഇതും ഇപ്പോൾ 8 മാസമായിട്ടുള്ള വെച്ചിട്ട് എന്തായാലും ഒരു 1.5 വർഷം കൂടി കഴിയുമ്പോഴേക്കും സംഭവം സെറ്റാണ്. ഇത് മംഗോസ്റ്റിനാണ്. ഞങ്ങൾ വാങ്ങി വെച്ചിരിക്കുന്ന ഫ്രൂട്ട് പ്ലാന്റിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഇത് 5000 റുപ്പീസ് കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയത്. പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കുമെന്ന് അറിയില്ല. അത്രയും രൂപ കൊടുത്തിട്ട് ഞങ്ങൾ വാങ്ങിയതാണ്. 6 മാസമായിട്ടുള്ളൂ ഇത് നട്ടുപിടിപ്പിച്ചിട്ട്. ഇത് കാലാപ്പാടി മാവാണ് കേട്ടോ. ഇതും വാങ്ങി വെച്ചിട്ട് 6 മാസമായിട്ടുള്ളൂ. ഇത് വാങ്ങി വെച്ചൊരു 1.5 മാസമായപ്പോഴേക്കും നിറച്ച് പൂക്കുലകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഒന്ന് മാവ് അറി വെക്കട്ടെ എന്ന് കരുതി എല്ലാ സംഭവങ്ങളും ഞാനിങ്ങനെ നുള്ളി കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് വേണ്ടോ ഇപ്പോൾ വീണ്ടും ഇത് പൂക്കുലകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പേരക്കയുടെ വീഡിയോ, തായ്വാൻ പിങ്ക് പേര, അതിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തും കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായി. നമ്മുടെ നാടൻ പേരക്കയേക്കാൾ വെല്ലുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട്. ദാ നോക്കൂ, നാടൻ പേരക്ക വെച്ച് പിടിപ്പിക്കായിരുന്നു ഇല്ലേന്ന് ചോദിച്ചു. ദാ കാണുന്നത് നാടൻ പേരയാണ് കേട്ടോ. നിറച്ചും കായകളാണ് ഉണ്ടായി കിടക്കുന്നത്. ഇത് നിറയെ എല്ലാ കമ്പിലും നിറയെ കായയാണ് കേട്ടോ. ഇതൊക്കെ നാടൻ പേര വിട്ടുള്ളൊരു കളി നമുക്കുമില്ല. അതും ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതും ഒരു റംബൂട്ടാനാണ്. ചുവപ്പാണ്. ഒരുപാട് വലിപ്പം വെക്കത്തില്ല. റംബൂട്ടാനും ചുവപ്പ് വലിയ വലിപ്പമില്ലാത്ത ടൈപ്പാണ്. എന്നാലും പല വെറൈറ്റീസ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും വെച്ചു. ഇപ്പം നിലവിൽ 1, 2, 3, 4 ടൈപ്പ് റംബൂട്ടാൻ ഉണ്ട് കേട്ടോ ഇവിടെ. അതേപോലെ 4 ടൈപ്പ് മാവ്, 4 ടൈപ്പ് പ്ലാവ്. ഇത് സീതപ്പഴം തന്നെയാണ്. ഇത് ബഡാണ്. ഹോം ഗ്രോണിൻ്റെ തന്നെയാണ് കേട്ടോ. നല്ല ഇത് തന്നെയാണ് വാങ്ങി വെച്ചിരിക്കുന്നത്. സീതപ്പഴം ആയിട്ടില്ല. ഇത് മറ്റൊരു ഇനം പേരയ്ക്കാണ് കേട്ടോ. ഇത് ഇനം ഞാൻ മറന്നുപോയി. കിലോ പേരയോ അങ്ങനെ എന്തോ ആണ്. ഞാൻ മറന്നുപോയി ഏതാണെന്ന്. കാരണം അതിൻ്റെ ടാഗ് പൊട്ടിപ്പോയിണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ മറന്നുപോയി. ഏതാണെങ്കിൽ തിന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇതിനകത്തും കായകളൊക്കെ ആയി വന്നിട്ടുണ്ട്. ആവും എന്ന് വിചാരിക്കണം. നാടനല്ല കേട്ടോ. ഇതും സ്റ്റാറാണ് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ച സപ്പോർട്ട പറിക്കുന്നത് ഇതിൽ നിന്നായിരുന്നു. വെരിഗേറ്റഡ് സപ്പോർട്ടയാണിത്. ഇവിടെ നിന്ന് ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാൻ പറിച്ചത് കേട്ടോ. ഒരെണ്ണം എന്താ പറഞ്ഞാൽ അത് ലാസ്റ്റ് വേണ്ടായിരുന്നു. അതാണ് ഞാൻ പറിച്ചത്. ഇതും ഒരു ഇനം പേരയ്ക്കാണ് കേട്ടോ. ശ്രദ്ധക്കുറവൊന്നും പറയാൻ പറ്റത്തില്ല. ഇതാ അവിടെ ഒരു പേരക്ക ചീത്തയായി പോയി കണ്ടോ. അത് ഞാൻ ഹോസ്പിറ്റലല്ലായിരുന്നോ, അതുകൊണ്ട് കാണാനൊന്നും പറ്റിയില്ല, ശ്രദ്ധിച്ചില്ല. അത് ചീത്തയായി പോയി. പകരം കേട്ടോ ഇത് ഒരെണ്ണമുണ്ട്. ഇനി അവിടെ നിർത്തിക്കഴിഞ്ഞാൽ വല്ല ഫംഗലൊക്കെ കയറി അതും പോകും. മഴക്കാലം ആയതുകൊണ്ടാണ് പ്രശ്നം. സെയിം തന്നെ ഇതാണ്ട. ഈ കാണുന്നതും ഒരു പേരയ്ക്ക നന്നായിട്ട് വലുതായി കേട്ടോ. ഇത് കണ്ടോ. ഇത് ഒന്നും കൂടെ ചാഞ്ഞിട്ടുണ്ട്. ഒന്ന് പിടിച്ച് കേട്ടോ. ഇതിൻ്റെ ഇനം ഞാൻ മറന്നുപോയി. നാടനല്ല. ഇതും സംഭവം സെയിം. ഒന്ന് നോക്കൂ. ഇതും നാടൻ പേരക്കാന. ഇത് ഞാനിവിടെ വരുന്നതിന് മുമ്പുള്ളതാണ് കേട്ടോ. നാടൻ പേരയ്ക്കാണ്. ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. നല്ല മധുരമാണ്. പഴുത്തേക്ക് നല്ല മഞ്ഞ കളർ, നല്ല അടിപൊളി പേരയ്ക്ക ഉണ്ടല്ലോ. നിറയെ ഉണ്ടായിട്ടുണ്ട്. നിറയെ കായകൾ പിടിച്ചിട്ടുണ്ട്. അതും നാടൻ. അങ്ങനെ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ നാടനായിട്ട്. ഇതൊരു ഞാവലാണ്. കിളിഞ്ഞാവൽ എന്ന് പറയും. ഇതും ഈ ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല രസമാട്ടോ. അത് ഞാൻ ഭംഗി കണ്ടിട്ട് അങ്ങനെ വാങ്ങി വെച്ചതാണ്. ഞാൻ കഴിക്കും. വേറെ ആരും അങ്ങനെ കഴിക്കുന്നൊന്നുമില്ല. ഒരു രസമാണ് അത് കഴിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാൻ എൻ്റെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഫ്രൂട്ട് പ്ലാന്റുകൾ. ഇപ്പോൾ തന്നെ എത്ര ആയി എന്തോ. എന്നാലും ഇത്രയും സംഭവങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കാര്യം എൻ്റെ പ്രൊഫഷൻ മോഡലിംഗ് ഒക്കെ ആയിരുന്നെങ്കിലും എനിക്ക് കൃഷിയോടും ഇത്തരം പ്രകൃതിയോടൊക്കെ ഭയങ്കര സ്നേഹമുള്ള കൂട്ടത്തിലായതുകൊണ്ട്, ഇത് മാത്രമല്ല ഈശ്വരാനുഗ്രഹം കൊണ്ട് കുറച്ച് ഭയങ്കര ശബ്ദം റോട്ടിൽ വണ്ടി പോയി. അപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുകയാണ്. ഇത്രയും ഞാൻ എന്നെക്കൊണ്ടാവും പോലെ ഇത്രയും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ട്. വാങ്ങിത്തരും. ആളെയൊക്കെ വെച്ച് തന്നെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ പോലും പരിപാലിക്കാൻ ആൾ വേണ്ടേ. അതൊക്കെ
പറ്റുന്നവർക്ക്, അതായത് ഇതുപോലും പറ്റാത്ത ആൾക്കാരുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഒരു മരമെങ്കിലും നടാനുള്ള സ്ഥലം ഇല്ലാത്തവരുണ്ട്, ആഗ്രഹം ഉണ്ടായിട്ട് പോലും. എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. എന്തായാലും ആ പ്രവീൺ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അദ്ദേഹം കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും ഫ്രൂട്ട് പ്ലാന്റുകൾ ഞാനിവിടെ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട് ആയത് മാത്രമേ ഞാൻ നിങ്ങളന്ന് കാണിച്ചിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇനി ആവുമ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. എന്തായാലും ഇത്രയും ഫ്രൂട്ട് പ്ലാന്റ് ഉണ്ട്. ഇത് കാണിക്കാൻ വേണ്ടി എന്ന് വന്നേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.